നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടൊരു ദൗത്യം, അത് വളരെ രഹസ്യമായി അമേരിക്കൻ സൈന്യം നടത്തിയിരിക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി ബഹിരാകാശ പേടകമാണ് സ്പേസ് എക്സ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നപ്പോഴാണ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്, വിക്ഷേപണമാണ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫാൽക്കൺ ഹെവി റോക്കറ്റിലാണ് ഈ വിക്ഷേപണം നടത്തിയത്. X-37B സ്പേസ് പ്ലെയിൻ ആണ് വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി ബഹിരാകാശ നിലയത്തിൽ നിന്നും വൈകുന്നേരം 8 മണിക്കായിരുന്നു ഈ വിക്ഷേപണം സംഭവിച്ചത്. ഈ പേടകമെന്ന് പറയുന്നത് സ്വയം പ്രവർത്തിക്കുന്നതാണ്, ആളില്ലാ പേടകമായി തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ വിക്ഷേപണം തത്സമയം തന്നെ സ്പേസ് എക്സിൻ്റെ വെബ്സൈറ്റിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു, എവർക്കും കാണുവാനും കഴിയുന്നുണ്ട്. വളരെ സുരക്ഷിതമായി തന്നെ ഫാൽക്കൺ ഹെവിയുടെ ബൂസ്റ്ററുകൾ രണ്ടും തിരിച്ചിറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് എന്തിനു വേണ്ടി വിക്ഷേപിച്ചിരിക്കുന്നു, എവിടേക്ക് വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും അമേരിക്ക നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ള രഹസ്യ സ്വഭാവം നിലനിൽക്കുന്നത്. ഉത്തര കൊറിയ ആകട്ടെ ശക്തമായ രീതിയിൽ അമേരിക്കയ്ക്കെതിരെ പടപ്പുറപ്പാടുകൾ നടത്തുമ്പോൾ ഒരു യുദ്ധ സാഹചര്യം ഏത് നിമിഷവും ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കമെന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണങ്ങൾക്കൊപ്പം തന്നെ രഹസ്യ സ്വഭാവമുള്ള ശാസ്ത്ര പരീക്ഷണങ്ങളും ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നു എന്നുള്ള ഒരു വിവരം തന്നെയാണ് അവരുടെ ദൗത്യത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഓർബിറ്റൽ ടെസ്റ്റ് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന X-37 ആണ് വിക്ഷേപിച്ചത്. പുനരുപയോഗിക്കാൻ കഴിയുന്ന റോബോട്ടിക് ബഹിരാകാശ പേടകമായി ഇതിനെ അറിയപ്പെടുന്നു. ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണത്തിന് വേണ്ടി അതിന് പുതിയൊരു അധ്യായം തന്നെ തുറക്കുന്നതായി ഈ പേടകം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2006 X-37 ആദ്യമായി വിക്ഷേപിച്ചത്. നേരത്തെ X-37Bയുടെ 6 വിക്ഷേപണങ്ങളാണ് ഇതിനോടകം തന്നെ നടന്നിരിക്കുന്നത്. അതിൽ കൃത്യമായ കണ്ടെത്തലുകൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഏറ്റവും അധികം റഷ്യയുടെ അറ്റ്ലസ് B റോക്കറ്റിലാണ് ഇതൊക്കെ വിക്ഷേപിച്ചിട്ടുള്ളത്. ഒരു തവണ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിച്ചിരുന്നു. ഇതാദ്യമായാണ് ഫാൽക്കൺ ഹെവി റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിക്ഷേപണം നടത്തിയത്, ഒരു വലിയ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. നേരത്തെ നാസയ്ക്കുണ്ടായിരുന്ന സ്പേസിൻ്റെ ഷട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു പതിപ്പായി തന്നെയാണ് X-37Bയെ നോക്കി കാണുവാനായി സാധിക്കുന്നത്. സ്പേസ് ഷട്ടിലിനെ പോലെ തന്നെ അന്തരീക്ഷത്തിലൂടെ തിരികെ വന്ന് വിമാനം പോലെ റൺവേയിൽ ഇറങ്ങാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. വളരെ ശക്തിയേറിയ റോക്കറ്റുകളായതുകൊണ്ട് തന്നെ ഇത് ചൊവ്വയെയോ ചന്ദ്രനെയോ ആയിരിക്കും ചിലപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ ലക്ഷ്യമെന്തെന്നുള്ളത് വളരെ രഹസ്യമായി തന്നെയാണ് അമേരിക്ക കാത്തു സൂക്ഷിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ രഹസ്യ സ്വഭാവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ചൈനയ്ക്കും ഇതേക്കുറിച്ചുള്ള വലിയ സംശയങ്ങൾ തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതേക്കുറിച്ചുകൂടി വ്യക്തമായ സൂചനകൾ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.